കുഞ്ഞിനും സ്വാഗതം. കണ്ടാ എന്റെ പെണ്ണുപിള്ള പെണ്ണുപിള്ള ഗിഫ്റ്റാ പെണ്ണുപിള്ള ഗിഫ്റ്റ് സെക്യൂരിറ്റി അപ്പൊ ഇന്നേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഈ വീട് പണിയും കാര്യങ്ങളും തിരക്കും ഉള്ളത് കൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. പിന്നെ എന്റെ അവസ്ഥ അറിയാലോ, ദാണ്ട ഈ ഒരാളെ ഇട്ടിട്ടും എനിക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏട്ടനില്ലാതെ എവിടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സർപ്രൈസ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെയായാലും വിഷ് ചെയ്തത് ഫർണിച്ചറൊക്കെ വാങ്ങിയ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുകയും വെക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് 12 മണിയായപ്പോൾ ഞാൻ ചെന്ന് വിഷ് ചെയ്തു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനോ വ്ലോഗ് എടുക്കാനോ കറക്റ്റായിട്ടൊന്നും പറ്റുന്നില്ല. കാരണം ഒരുപാട് തിരക്കുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഫിറ്റ് ചെയ്യുക ആൾ വരും, ഫർണിച്ചർ വാങ്ങി ഇനിയും കുറച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും തിരക്ക്, പിന്നെ ആളും പേരും എല്ലാം തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇന്ന് ബർത്ത്ഡേ അല്ലേ, എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ സർപ്രൈസ് ചെയ്ത ആളല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സർപ്രൈസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ വർഷം ഞാനും അമ്മയും അച്ഛനും കൂടെ വീട്ടിൽ പോയിട്ടായിരുന്നു ഏട്ടനെ സർപ്രൈസ് ചെയ്തത്. പക്ഷെ ഇപ്പം എന്തായാലും ഏട്ടനില്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സർപ്രൈസ് ആയിട്ട് ഏട്ടൻ ഒരു ഐഫോൺ എടുത്തു കൊടുക്കാൻ പോവാണ് കേട്ടോ. പക്ഷേ എന്താണ് ഇപ്പോൾ ഐഫോൺ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഏട്ടൻ ഇപ്പോൾ ആവശ്യം അതാണ്. ഏട്ടൻ്റെ കയ്യിലുള്ള ഫോൺ എന്ന് പറയുന്നത് 14 ആണ്. അത് ഇപ്പോൾ എത്രയായി, 2 വർഷമായി. അത് സൈഡൊക്കെ പൊട്ടി, അതിൻ്റെ ഉടനെ ഗ്ലാസും പൊട്ടി. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ സ്റ്റക്ക് ആവുകയാണ്. കാരണം വീഡിയോ എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എൻ്റെ ഇരിക്കുന്നത് 13 ആണ്. കഴിഞ്ഞ നാൾ തൊട്ടേ ഇറങ്ങിയപ്പോൾ തൊട്ടേ ഏട്ടൻ പറയുന്നുണ്ട് 16 എടുക്കണമെന്ന്. പക്ഷേ സമ്മതിക്കാൻ ഇത് ഞാനാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ട, ഫോൺ വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ വലിയ ഫീച്ചറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് ഞാനാണ്. പക്ഷേ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കത് തന്നെ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ലുലുവിൽ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് എടുക്കുകയല്ലേ, അപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വീട് സാധനങ്ങൾ ഇനിയും കുറേ വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിന് ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചർ, ഏതൊക്കെയാണ് നല്ലേ ഒന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് സർപ്രൈസ് ആയിട്ട് പറഞ്ഞ് ഏട്ടൻ നീ സർപ്രൈസ് ആവോ അതോ ഇനി എന്നെ വഴക്ക് പറയുമോ അതും എനിക്കറിയത്തില്ല ഈ ഒരു അവസ്ഥയിൽ. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ഫോൺ അത്യാവശ്യമാണ്. ഏട്ടനും ഇത്രയും കിടന്ന് ഓടി നടന്ന് എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഏട്ടനും എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. എനിക്കും കുഞ്ഞിനും വേണ്ടി നിങ്ങൾക്കറിയാം ഓടയുടെ ഓട്ടമാണ് പാവം. അപ്പോൾ ആർക്കും വേണ്ടി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, മൂഡ് കളയുന്നില്ല, നമുക്കിപ്പോൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അവന് നല്ലോണം ഫീഡ് ചെയ്ത് കോയി ഇന്ന് ഉണർന്നിരുന്നപ്പോഴായിട്ട് ഞാൻ കരി എഴുതിയത്. അതുകൊണ്ട് ഇത് ഇത്തിരി കുളമായി. ചില ദിവസം അടിപൊളിയായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ചെയ്യുന്നൊരു സ്കിൻ കെയർ നിങ്ങളെ കാണിച്ചു തരാൻ പോകാം കേട്ടോ. എൻ്റെ ഫേസിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ടും ആക്നെയും ടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. നമുക്ക് എല്ലാവർക്കും കോമൺലി വരുന്ന ഒരു പ്രശ്നമാണല്ലേ ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ എക്സസീവ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ ചെയ്യുന്നോ, അല്ലെങ്കിൽ ആക്നെ വന്നിട്ട് പോയ പാടോ, അല്ലാന്നുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചസോ ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ല നാച്ചുറൽ ഗ്ലോ ആവാനും അതുപോലെ തന്നെ ഇവൻ ടോൺ ആവാനും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആട്ടോ നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. നമ്മുടെ ഈ ഒരു സെറം സയൻസിന്റെയും നേച്ചറിന്റെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ് ടർമറിക്, അതുപോലെ തന്നെ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമിഡും ആണ്. അതുപോലെ തന്നെ 100x ടർമറിക് എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല കൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആൻഡ് വിസിബിൾ ആയിട്ടുള്ള ഒരു റേഡിയന്റ് സ്കിൻ നൽകുകയും ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ്സിനെ റെഡ്യൂസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിൻ റേഡിയൻസിനെ ഇത് നല്ലോണം ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു സെറം സൊരസ ടർമറിക് കോൾഡ് പ്രസ്ഡ് മെത്തേഡിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്നൊരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്യാം. അതിനുശേഷം അത് അബ്സോർബ് ആകുന്നതോടും വരെ അപ്പോഴ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം. ഇത് ടോയ്സൈഡ് യൂസ് ചെയ്യുന്ന നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീനോട് ഇട്ട് കൊടുക്കുന്ന എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫേസിന് നല്ലൊരു വിസിബിൾ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട് ഒക്കെ പോയി ഒരു നാച്ചുറൽ ഗ്ലോ വന്നിട്ടുണ്ട്. അതും വെറും 1 വീക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫേസർ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇന്നാണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 30% ഓഫ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം പോവാം.
എവിടെ പോകുന്നില്ല, ചുമ്മാ കറങ്ങിയതാ. അവ ഉണ്ടെങ്കിൽ എനിക്ക് ബാക്കി ഇരിക്കണം, ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവ ഉണ്ടെങ്കിൽ അതിനേറെ സന്തോഷമല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ സത്യം പറയല്ലേ, കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കിപ്പോ അമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഈ ഇപ്പൊ തന്നെ വീട്ടില് സാധനങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാ വീട്ടിലെ സാധനങ്ങളും വാങ്ങിച്ചേനെ. കാരണം നമുക്ക് മാറി നിന്ന് കുഞ്ഞിനെ കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എനിക്ക് എല്ലായിടത്തും ഇപ്പൊ ഈ പനിയൊക്കെ ആയതുകൊണ്ട് എല്ലായിടം കൊണ്ട് അവനെ എന്നിട്ടും ചില വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് അവരെ കൊണ്ടുപോയേ ചിലത് പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ അമ്മ വീട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഫീഡിംഗ് ബോട്ടിൽ ഫുഡ് കഴിക്കുന്നതും കയ്യിൽ അവനെ വെച്ചിട്ടുണ്ട്. എല്ലാ ഷോപ്പിന്റെ ഓഫീസ് റൂം ഞാൻ കാണും, കാരണം അവിടെ എത്തുമ്പോ അവൻ കറിയും. അപ്പൊ ഫീഡ് ചെയ്യാൻ വേറെ സ്ഥലമില്ലാത്ത ഓഫീസ് റൂമില് മേളിൽ പോകും, ക്യാബിനിൽ പോയിട്ടാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ അതായത് അരി ഇടാൻ പോലും കലമില്ല ഗൈസ്. കലമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ എത്ര നാളായി ലുലുമാളിൽ പോയിട്ട്? 2 മാസം കഴിഞ്ഞു. അതെ, എന്തായാലും കുറെ നാളായി പോയിട്ട്. അപ്പൊ ഇനി നമുക്ക് എപ്പം വേണേലും ലുലുമാളിൽ വരാമല്ലോ. കാരണം നമ്മളെ വീടിന് അടുത്താണ്. വീട്ടിന് അറൗണ്ട് ഒരു 8 കിലോമീറ്റർ അല്ലെങ്കിൽ 8-9 കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് ലുലുമാളിലേക്ക്. അത്രേ ഉള്ളൂ. നമ്മളെ വീടിന്റെ അടുത്ത് ഭയങ്കര ലക്കെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അയൽപക്കവും ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ ഒരു നെയ്ബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സിറ്റി ഒക്കെ അല്ലേ, അപ്പൊ എല്ലാവർക്കും അവരുടെ തിരക്ക് ജീവിതം, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരും സമയം കാണുന്നില്ല. പക്ഷെ അങ്ങനൊന്നും അല്ല. ഞാൻ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, ആ വീഡിയോ ചിലപ്പോൾ ഇനിയായിരിക്കും ഇടുന്നത് കേട്ടോ. നമ്മുടെ ഫർണിച്ചർ വാങ്ങിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഫർണിച്ചർ വാങ്ങിച്ചതിനകത്ത് ഒരു ലോഡ് ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കിപ്പം അവർ മൊത്തം 2 പേരെ വന്നോളൂ. അപ്പം ഞാനും അച്ഛനും കൂടി നമ്മൾ മൊത്തം 4 പേരെ ഉണ്ടായിരുന്നുള്ളത് ഇറക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എല്ലാവരും നമ്മളെ ആ ഒരു അയൽപ്പക്കത്ത് എല്ലാരും വന്ന് ഒന്നിച്ച് കൂടി രാത്രി ഗൈസ്. ഇന്നലെ അയൽപ്പക്കത്ത് നിന്ന് ആൾക്കാർ പോയപ്പോ ഏതാണ്ട് 4 മണിയായി, 4-3 മണിയായി. കാരണം അത്രയ്ക്ക് സഹകരണമുള്ള, അത്രയ്ക്ക് ഹാപ്പി ആട്ടോ, അടിപൊളിയായിട്ട് ഉള്ള ആൾക്കാരാണ്. അത് നമ്മളെ സെയിം മൈൻഡ്, നമ്മളെ എല്ലാ യൂത്താണ്. അങ്ങനെ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല, എല്ലാം ടെക്നോ പാർക്കിലും KCBയിലും എല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു സെയിം വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ചില സമയം എനിക്ക് തന്നെ തെറ്റിപ്പോവേ, ഇത് നമ്മുടെ വീടാണോ അത് അവരുടെ വീടാണോ? കാരണം അവരെ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നാമത് ഇപ്പൊ കുഞ്ഞു കരയുന്നത് കൊണ്ടും അല്ലാത്തത് കൊണ്ടും എനിക്ക് ഒരുപാട് കട്ടി ജോലികളും വെയിറ്റ് എടുക്കാൻ അവനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ നിന്റെ കൂടെ നിന്നെക്കാളും ഹെൽപ്പ് ചെയ്ത് അവര് കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സഹായമായിരുന്നു. നമുക്കിനി പിന്നെ നമ്മള് നെയ്ബേഴ്സിനെയൊക്കെ ഫ്യൂച്ചർ വരുന്ന വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. പക്ഷെ നമ്മൾ വന്നല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് പതുക്കെ പരിചയപ്പെടാം. നമ്മളങ്ങനെ ലുലു എത്തി. എന്താ തിരക്കല്ലേ. ക്രിസ്മസ് 6th ഫ്ലോർ ഒക്കെ ഉണ്ടോ ഇവിടെ? ഓ തെറിച്ച് പോട്ടെ, സാരമില്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു കൊട്ടഞ്ഞ് തെറിച്ച് 6th ഫ്ലോറിലാണ് നമ്മൾ പോകുന്നത്. 6th ഫ്ലോറില് മിണ്ടതില്ല, കച്ചി. അങ്ങനെ പറ, കച്ചി എന്നൊക്കെ പറഞ്ഞ എന്തൊരു വാക്ക്. നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്? കൂട്ടുകെട്ടുന്നതിന് കൂട്ടുകെട്ടി എന്ന് പറയും. വേയോ? അയ്യോ, ഇതൊക്കെ ഒന്നിനു കാണിക്കുന്ന സിമ്പിൾ അല്ലേ? നമ്മള് വേ എന്നൊക്കെ പറയും. വഴിയല്ലേ? അതിങ്ങനെ വഴക്കാന്ന് നമ്മളൊക്കെ കച്ചി എന്ന് പറയുന്നില്ലേ ഗൈസ്? കച്ചി എന്ന് പറയുന്ന ഒരു കമന്റ് ചെയ്യണേ. ഞങ്ങളാണ്ടെ കച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആക്കിയിട്ട് ഇങ്ങനെ ആക്കും. അതെ ഏട്ടനെ. ഇന്നത്തെ ഷോപ്പിംഗ് നടക്കുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അമ്മാരി തിരക്ക്. അയ്യോ, നമ്മള് ആദ്യമായിട്ട് 7th ഫ്ലോറിൽ പോയി പാർക്ക് ചെയ്യുന്നത് തന്നെ. അതിന്റെ ഒരു തിരക്ക് നോക്കി എനിക്ക് തോന്നുന്നില്ല ഒരു ഷോപ്പിൽ കയറാൻ പറ്റും. ഷോപ്പിൽ കയറി സാധനം വാങ്ങിയാൽ പിന്നെയും പോട്ടെ, ബില്ലടിക്കാൻ നിൽക്കുന്ന ക്യൂ ആലോചിച്ച് നോക്കട്ടോ. തിരക്കുള്ള ലുലുമാളിൽ കൂടെ ചുമ്മാ ഒരു അന്തവും കുന്തവും ഇല്ലാതെ തേരാപ്പാര ഉലാക്കുകയാണ് ഗൈസ്. സമയമില്ല നമുക്ക്, നമ്മളെ കാത്തൊരാളോട് ഇരിപ്പുണ്ട്. എന്റെ മാമ ഇന്നില്ലാതെ ലുലു മോളിൽ എപ്പോ വന്നാലും നോക്കുന്ന കാര്യം എന്തായിരിക്കും? കൂടുതൽ എന്തായിരിക്കും ഏട്ടാ നോക്കുന്നേ? ഗാഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന എന്തായിരിക്കും? എന്നാ നമുക്ക് നോക്കിട്ട് വാ, ചുമ്മാ ഫോണൊന്നും എപ്പോഴും നോക്കുന്നില്ലേ, സമയം കളയണ്ട, ചുമ്മാ നോക്കാം. ചുമ്മാ നോക്കല്ലേ, അതിനാർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എപ്പോ എന്നാലും ഇവിടെ നിന്ന് നോക്കുന്നല്ലേ. എന്നെ ഏത് മോഡലാണ് ഇഷ്ടം? 16 ആണോ 15 ആണോ? ബർത്ത്ഡേ ഗിഫ്റ്റ് വല്ല പരിപാടിയാണോ?
അയ്യേ എന്റെ സർപ്രൈസ് ഒക്കെ വിൽക്കാനായിട്ട് എന്റെ ക്രെഡിറ്റ് കാർഡ് എന്റെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എനിക്ക് അരിങ്ങണമെന്നില്ലായിരുന്നല്ലേ ഞാൻ കാണാത്തടത്തൊന്നും സ്വർണ്ണം വിൽക്കാൻ വേണ്ടിട്ട്. ആര് പറഞ്ഞു? എന്റെ മാല ഉണ്ടായിരുന്നു, കമ്മലുണ്ടായിരുന്നു, മോതിരുണ്ടായിരുന്നു. സ്വർണ്ണം ഒരിക്കലും അത് വിറ്റല്ലോ, പണയം വെച്ചല്ലോ. നമുക്ക് അധികം ഇനിയും തിരിച്ചെടുക്കാമല്ലോ. അത് നമുക്ക് ഇനി തിരിച്ചെടുക്കാം. ഇപ്പൊ വേണ്ടായിരുന്നടാ. അത് കുഴപ്പമില്ല. സീരിയസ്ലി വീടൊക്കെ വാങ്ങിച്ചല്ലേ ഉള്ളൂ. വീടൊക്കെ വാങ്ങിച്ചത് കൊണ്ടും ഫോണിന് ആവശ്യമുണ്ട്. ഞാൻ എന്റെ ഫോണിൽ വ്ലോഗ് എടുക്കുമ്പോൾ നിന്റെ ഫോൺ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പൊട്ടി ഫോൺ ഉപയോഗിച്ചല്ലേ നമ്മൾ വ്ലോഗ് എടുക്കുന്നേ. നമുക്ക് ഫോൺ അത്യാവശ്യമാണ്. മാറണമായിരുന്നു. നമുക്ക് മൈക്കൊക്കെ കംപ്ലൈന്റ്, അതിന്റെ കൂടെ സൗണ്ട് പോകും. പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പൊ എപ്പോഴും മൈക്ക് കുത്തി ഇങ്ങനെ എടുക്കണം. മൈക്ക് എന്തോ മാറണമായിരുന്നു. എന്നാലിപ്പോ ഉടനെ വേണം. നമ്മളിനി വീടൊക്കെ മാറുമ്പോൾ അതിന്റെ ഒക്കെ വ്ലോഗ് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കണ്ടേ? ഇച്ചില്ല, അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കണ്ടേ? അതൊക്കെ എടുക്കണം. ഇപ്പൊ വാങ്ങുന്ന ഫോൺ ഇപ്പൊ വാങ്ങിക്കുന്നത് ഈ സ്പോട്ടില് ഇപ്പൊ വാങ്ങിക്കും. ഇപ്പൊ ഇത് നല്ല റേറ്റ് ആണ് 16. അതൊന്നും പ്രശ്നമല്ല. അയ്യോ ഞാൻ കരഞ്ഞൊന്നുമില്ല. ഈ വാങ്ങിച്ചോണ്ട് തന്നെ സർപ്രൈസ് ചെയ്യാനുള്ള രീതി അറിയത്തില്ല. കാരണം ഒന്നാമത് ഫോണിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് എവിടെ കിട്ടുന്നല്ലത്. അല്ലെങ്കിൽ നീ ഇല്ലാതെ ഞാൻ ലുലുമോളിൽ എങ്ങനെ വരാനാ? പക്ഷെ ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് 16 വന്ന് കണ്ടിട്ട് കുറ്റം പറഞ്ഞ ആൾക്കാരാ. 16 Pro ഏതാ പറഞ്ഞു? Pro Max. വർഷം പറഞ്ഞത്. അയ്യോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റോക്ക് ഉണ്ടാവില്ല. ഏത് സ്റ്റോക്കുള്ള? പ്രോയും 1TB ഇല്ല. ഇപ്പൊ എടുത്തു തരാൻ പറ്റും. 2 days ആവും. നമുക്ക് ഇന്ന് വേണം, ഇപ്പൊ വേണം. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടെങ്കിൽ ഇപ്പം ഭയങ്കര ഹൈ ഏട്ടനങ്ങ് സമ്മതിച്ച്. അതുപോലെ നമുക്കിപ്പോ അത് അത്യാവശ്യമാണ്. അതൊക്കെ പക്ഷേ ഇന്നലെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വാങ്ങണ്ടായിരുന്നു. ഞാൻ പിന്നെ അവളത് വാങ്ങിച്ചു തരാൻ നിൽക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അതിലത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പണയം വെച്ചിട്ട് വന്നിട്ട് പിന്നെ അത് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. അതെനിക്ക് സങ്കടമാണ്. വാങ്ങിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഞാൻ അഥവാ ഇവിടെ ഒറ്റയ്ക്ക് വന്നെന്ന് വെച്ചോ, ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? ഇങ്ങനെ എനിക്ക് സർപ്രൈസ് തരാൻ അറിയത്തുള്ളൂ. ക്ഷമിക്കണേ. ബർത്ത്ഡേ സർപ്രൈസിന് മാത്രമല്ല നമ്മൾ വന്ന കേട്ടോ. ഇങ്ങോട്ട് കണ്ടപ്പം എന്നാ പിന്നെ ഇതൊക്കെ കുറച്ച് ഐറ്റംസ് നമുക്ക് അത്യാവശ്യമുണ്ട്. അതൊക്കെ അങ്ങ് വാങ്ങിക്കാൻ വിചാരിച്ചു. ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു ബക്കറ്റ്, ലോണ്ടറി ബാസ്ക്കറ്റ് ആൻഡ് ഇത് മറ്റേ തറ തുടയ്ക്കുന്ന സാധനം. പിന്നെ ഒരു സോപ്പ്. പിന്നെ ഇനി എന്താ വേണം? പിന്നെ ഓരോന്നും എടുക്കാൻ പാ. കമോൺ. തേടി നടന്ന സാധനം കിട്ടി. പ്രോ ഇല്ല. പ്രോ മാക്സ് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1TB സർപ്രൈസ്. ഞാനേ ഇത് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ സർപ്രൈസ് ആയിട്ട് തരുന്നതായിട്ട് സർപ്രൈസ് ആവും. ഞാൻ അഭിനയിക്കാം. ആക്ട് ചെയ്യാം. സർപ്രൈസ് ആണ്. കണ്ണടയ്ക്കൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ്? ഗൈസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സീരിയസ്ലി. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവള് വാങ്ങിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എപ്പോഴാണ് ഞാൻ പോയെന്നറിയോ? ഏട്ടൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ പോയതാ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട്. ഇല്ല, ഏട്ടൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കറിയാം. ഞാൻ സാധിച്ചില്ല, പിന്നെ ഞാൻ എന്തിനാ? കളർ ഇത് പുതിയ കളറല്ലേ? ഡെസേർട്ട്. അതാണ് ഇഷ്ടം. ലക്ഷറി മൃദുല ഇത് കൊടുക്കുന്നിടം വരെ എന്തുവാ കയ്യിൽ ഇരിക്കുന്നേ? 16 Pro Max. Pro Max. യെസ് ഗൈസ്, ലാസ്റ്റ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന 512 ആണ് കേട്ടോ. 512 സത്യം പറഞ്ഞാൽ നോർമൽ ഒരു യൂസറിന് 512 ഒക്കെ ഭയങ്കര ഇനഫാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ, ഡാൻസ്, വീഡിയോ എടുപ്പ്, ഡെയിലി വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് 512 പോരാ 1TB ആണ് ഏറ്റവും മാക്സിമം. 1TB ആണ് നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് ഫില്ലാവും നമുക്ക്. കാരണം ഇന്നത്തെ വീഡിയോ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ MB കൂടുതല. അപ്പോൾ നമുക്ക് 1TB വേണം. വേറൊരു ഇതുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ആപ്പിൾ പുതിയൊരു ഫോൺ ഇറക്കുമ്പോൾ അവന്മാരെ പഴയ ഫോണിൻ്റെ അപ്ഡേഷൻ മൂലം ക്വാളിറ്റി കുറയ്ക്കും.
പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യം ഉണ്ടോ എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫോൺ എടുത്ത സമയത്ത് നല്ല ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ പിന്നെ ഈ ഓരോരോ വേരിയന്റ് മുമ്പോട്ട് ഇറങ്ങിയപ്പം പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയെ കുറഞ്ഞ്, ഗ്രെയിൻസ് കുറഞ്ഞ്, ആ വീഡിയോയുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞ്, എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. മെയിൻലി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഡെസേർട്ട് ആണ്. പുതിയ കളർ ഉണ്ടല്ലോ, ഡെസേർട്ട് കളറാണോ? ആ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് റീസെന്റ് ഇറങ്ങിയ കളറാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഏട്ടനല്ലേ ഇതുപോലെ ഫോണിന്റെ ഗാഡ്ജറ്റ്സിന്റെ വീഡിയോസ് കാണുന്നത്. അങ്ങനെ എന്റെ പെണ്ണുമ്പിള്ള എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് 16 Pro Max 1 TB. എടാ കണ്ടടാ എന്റെ പെണ്ണുമ്പിള്ള ട്രോള് വരുന്നു. ഓക്കെ 1 2 3 ഇനി വലിക്ക്. ഞാൻ വിളിക്കണോ? 1 2 3 കൊള്ളായിട്ട് ഇല്ല. ഏട്ടന്റെ ഫോണ് പോലും ഇല്ല. പിടിച്ചു നോക്ക്. ആ സൗണ്ട് അതാണ്. പിന്നെ യൂഷ്വൽ നമ്മുടെ ഐഫോണിന്റെ ചാർജർ അല്ല, തെണ്ടികൾ ഇപ്പോഴും അമ്മ ചാർജർ നമ്മൾക്ക് ഇത്രയും കാശ് എടുത്ത് വാങ്ങാമെങ്കിൽ ചാർജർ എന്നാണെന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ ഓണാക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. എന്താ ചേടാ? ഇല്ല, ഒന്നുമില്ല. ഹലോ 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 ഹലോ. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 16 Pro Maxിലൂടെ എടുക്കുന്ന വിഷ്വൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 14 Pro Maxിലൂടെ എടുക്കുന്ന വിഷ്വൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ 16 Pro Maxിലൂടെ എടുക്കുന്ന വിഷ്വലാണ് സുഹൃത്തുക്കളെ. ഇനി അത് HDR ഓൺ ആണെന്ന് തോന്നുന്നു. അത് ഓഫാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ബ്യൂട്ടി കിട്ടും. ചെറുത് സെറ്റിങ്സ് ഒക്കെ ചെയ്യാണ്ട് ക്യാമറയ്ക്ക്. കേക്കിൽ ഞാൻ എഴുതാൻ പോവാ ഹാപ്പി ബർത്ത്ഡേ. കൊളാവോ എന്തോ ട്രൈ ചെയ്ത് നോക്കാം. അത്രയും വൃത്തിയായിട്ടൊക്കെ എഴുതുമെങ്കിൽ എന്നാ പിന്നെ എഴുതിക്കോട്ടാ. ഞാൻ എഴുതി അത്രയും വൃത്തി വരൂല. ട്രൈ ചെയ്ത് നോക്കാം. ഇത്രമാത്രം ശരിയാവുന്നുണ്ടോ എന്തോ. അപ്പം കേക്ക് കട്ടിയാൻ വേണ്ടി നമ്മുടെ അയൽവക്കക്കാരെല്ലാരും വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. കുറച്ചുപേരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ തന്നെ പിന്നായിട്ടിരിക്കുക. സത്യം എല്ലാരും ഉണ്ട് കേട്ടോ. നമുക്ക് കേക്ക് കട്ടി ഞാനും ഇത്രയും പേരോട് ഉണ്ടോന്ന് ആദ്യമായിട്ടാണ്. ഏട്ടന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലല്ല അന്തിച്ച് നിൽക്കുന്നവരുണ്ട്. കാരണം നമുക്ക് 2-3 പേരായിട്ട് പരിചയപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞത് കേക്ക് കട്ടി ഞാൻ കത്തിയും കൊണ്ട് എടുക്കുള്ളൂ കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. കേക്ക് കട്ടിയുമ്പോ നമുക്ക് പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാം. അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയതില്ല, ഞാൻ അച്ഛന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയപ്പോ പുതിയ മെമ്പർമാരായ മൃദുലയ്ക്കും പ്രവീണും അല്ലെ, പ്രവീണിനും മൃദുലയ്ക്കും കുഞ്ഞിനും സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ നല്ല കൊടുക്കുക. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
അപ്പൊ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു. എന്തുവായിരുന്നു ഇവിടെ നടന്നത് കുറച്ച് മുമ്പ്? ഇവിടെ ഡാൻസ് കൂത്ത് ബഹളം എനിക്ക് അറിയാൻ പോയി ഗൈസ്. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഫുൾ ആളായിരുന്നു. ഞാൻ പിന്നെ പോയി കുളിച്ച് ഡാൻസ്. സത്യം പറഞ്ഞാൽ ഇന്ന് എന്തായിരുന്നു ചിലരെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മള് വീട്ടില് വാങ്ങാൻ വന്നപ്പോഴും അങ്ങനെ ആരെയും കണ്ടില്ല, പരിചയപ്പെട്ടില്ല. മൃദുല പറയുകയും ചെയ്ത് ഇവിടെ അങ്ങനെ അങ്ങനെ എല്ലാവരും ചിലപ്പോൾ അവര് പക്ഷെ അങ്ങനെ നല്ല കേസ്. എല്ലാവരും നല്ല സഹകരണമാണ്, എല്ലാവരും ഭയങ്കര കാര്യമാണ്. എല്ലാവരും വന്നു, ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് പോയി. അപ്പം ബർത്ത്ഡേക്ക് എവിടെ തന്ന ഗിഫ്റ്റ് എനിക്ക് കണ്ടായിരുന്നു നിങ്ങള്? നിങ്ങൾ ആരും കണ്ടില്ലായിരുന്നില്ലേ? എങ്ങനെ ഉണ്ട് 16 Pro. ഇത് 14 ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇപ്പൊ നിക്കുന്നത്. എന്റെ അടുത്ത് വീഡിയോ എന്ന് പറയും. നമ്മൾ ഈ മൊബൈൽ എടുക്കും പിടിക്കുമ്പോ തന്നെ നമുക്ക് പേടി. അതുകൊണ്ട് പോണം സൂക്ഷ പിടിക്കുന്നത്. അതെ അതെ, അത്രയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതിലുള്ള ബൈ.